ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ പുതിയ വാച്ചൊക്കെ കെട്ടിയിട്ട് ചെയ്യുന്ന കേക്കാണ്. അതിനിടയ്ക്ക് വന്ന കേക്കുകളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യാം ഓക്കെയാണ്, കുറച്ച് ചെയ്യാൻ പറ്റും, കുറച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ചെയ്തതാണ്. ഇതെൻ്റെ സിഗ്നേച്ചർ കേക്കായി മാറിയ കരിക്ക് കേക്കാണ്, ടെൻഡർ കോക്കനട്ടാണ്. ഇതിനകത്ത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുമല്ലോ. പലരും പല രീതിയിലാണ് കേക്കുകൾ ചെയ്യുന്നത്. എത്രയൊക്കെ നമ്മൾ മറ്റൊരാളിന് നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്താലും എല്ലാവർക്കും അവരുടേതായ ഒരു ശൈലിയുണ്ട്, ഒരു രീതിയുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. നമ്മുടെ രീതികളും ശൈലികളും മാറുമ്പോൾ തന്നെ നമ്മുടെ കേക്കിനും അതിൻ്റേതായ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാവാം, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെ ഒരു മാറ്റം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ കേക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാത്തത് കൊണ്ട് തന്നെ ആ ടേസ്റ്റ് നമുക്കറിയില്ല. എന്തായാലും ഇത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ചെയ്തൊരു കേക്ക് എൻ്റെ ഒരു സിഗ്നേച്ചർ കേക്കായി മാറുക, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഇതേ കേക്ക് തന്നെയാണ് ഞാനന്ന് ഫ്ലവേഴ്സിൽ ഷെഫ് പിള്ള സാറിന് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതും. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എന്താ പറയുക, വ്യവസായ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി കട്ട് ചെയ്യാൻ കൊണ്ടുപോയതുമൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കേക്കും എൻ്റെ ടെൻഡർ കോക്കനട്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും കേക്ക് ചെയ്യുമ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റായിട്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൻ്റെ ഫില്ലിങ്സ് എപ്പോഴും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ വൈറ്റ് സ്പഞ്ചും ആയിരിക്കണം. അത് പക്ഷേ അതിനകത്ത് വേറെ ക്രഷുകൾ, അതായത് സ്ട്രോബെറി ക്രഷൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ബേസ് മാറിപ്പോവാണ്. ടേസ്റ്റിൽ നമുക്കൊരു സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റ് വരികയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കോ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് അനാവശ്യമായ ക്രഷുകളൊന്നും യൂസ് ചെയ്യില്ല. അതിനെന്താണോ വേണ്ടത് അത് തന്നെയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ബൈ, ഇത്രയേ ഉള്ളൂ, ടാറ്റാ.